അപ്പോൾ മൂന്നായിട്ടാണ് ഞാൻ ഫാർമക്കോളജീനെ ഇപ്പോൾ ഡിവൈഡ് ആക്കി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ജനറൽ ഫാർമക്കോളജിയാണ്, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഡെന്റൽ ഫാർമക്കോളജിയാണ്. പിന്നെയാണ് നമ്മൾ നടുവിൽ വരുന്ന ബാക്കിയൊക്കെ. അതിനാണ് മെയിനായിട്ട് ഡ്രഗ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നത്. ഈ ജനറൽ ഫാർമക്കോളജി ഈസിയാണ്, പിന്നെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്നത് വെരി തെറ്റായ ഒരു കാര്യമാണ്. ജനറൽ ഫാർമക്കോളജി ഇമ്പോർട്ടൻ്റ്, അതിൽ ഫാർമക്കോ കൈനറ്റിക്സ് ആയാലും ഫാർമക്കോ ഡൈനാമിക്സ് ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ് ജനറൽ ഫാർമക്കോളജി. 5 മാർക്കിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പാർട്ട് 2 പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഡെന്റൽ ഫാർമക്കോളജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. ലൈക്ക് മൗത്ത് വാഷ്, പിന്നെ ടൂത്ത് പേസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ആസ്ട്രിഞ്ചൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് ഡെന്റൽ ഫാർമക്കോളജി. ലാസ്റ്റ് വരുന്ന ചെലേറ്റിംഗ് ഏജൻസ്, ഇതൊക്കെ സത്യം പറഞ്ഞാണല്ലോ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങളെല്ലാവരും എന്നുള്ള രീതിക്ക് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അതിൽ. ലൈക്ക് എൻ്റെ എക്സാം ടൈമിന് 3 മാർക്സിന് 2 ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. 6 മാർക്സ് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പാർട്ടാണ് ഡെന്റൽ ഫാർമക്കോളജി. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് പഠിക്കണം. ഓക്കെ. പിന്നെ വരുന്നതാണ് നമ്മുടെ നടുവിലത്തെ ഭാഗം. ഡ്രഗ് ക്ലാസിഫിക്കേഷൻ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഫുൾ ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാർമക്കോളജി എക്സാം എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഒരു 10 മാർക്ക് 5 മാർക്ക് നിങ്ങൾക്ക് ജനറൽ ഫാർമക്കോളജിയിൽ നിന്ന് കിട്ടും. ഒരു 5 മാർക്ക് 6 മാർക്ക് നിങ്ങൾക്ക് ഡെന്റൽ ഫാർമക്കോളജിയിൽ നിന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ള മാർക്സ് അത് നിങ്ങൾ ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്കിന് പറഞ്ഞത് പടിയുടെ അതങ്ങ് ഇരുന്ന് പഠിക്കുക. 40 ക്ലാസിഫിക്കേഷൻ 42 ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അത് തന്നെ അങ്ങ് ബൈഹാർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫാർമക്കോളജി എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ എളുപ്പമാണ്. പാസ്സാവാൻ കേട്ടോ, ടോപ്പർ ആവാൻ ഞാൻ പറയില്ലേ, പാസ്സാവാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ ഫാർമക്കോളജിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്രഗ് പറഞ്ഞിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ മെയിനായിട്ട് അതിൽ പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് ആക്ഷൻ, ഡ്രഗ് യൂസ്, അഡ്വേഴ്സ് ഇഫക്ട്സ്, ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്. ഇത്രയാണ് സംഭവം ആ ഡ്രഗിന്റെ പഠിക്കാനുള്ളത്. എക്സാം ഫാർമക്കോളജി എക്സാം പേപ്പർ നമ്മൾ എഴുതാനുണ്ടെങ്കിലോ നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് എക്സാമിന് ടൈം ബാക്കിയുണ്ടാവും. ബിക്കോസ് എഴുതാൻ അത്രേ ഉള്ളൂ. ഓൺ ദ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൺ ടു ദ പോയിന്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ചെയ്തു നമുക്ക്. ഇപ്പം നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയുന്നില്ല എന്ന് വിചാരിച്ചു, സോ ഓക്കെ. അഡ്വേഴ്സ് ഇഫക്ട്സ് ഒക്കെ നമുക്ക് തട്ടിവിടാൻ പറ്റുന്നതേ ഉള്ളൂ. ലൈക്ക് ഹെഡ് ഏക്ക്, ഡിസിനസ്, ടാക്കിക്കാർഡിയ, ബ്രൈഡിക്കാർഡിയ, ന്യൂസിയ, വോമിറ്റിംഗ്, ഇങ്ങനെ എഴുതി പോവാം.